Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study Class 7 Unit 1 and in Wonder and Amazement I Sing. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 7ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലുള്ള 2ാമത്തെ ലെസൺ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. അപ്പോൾ ആ പോമും അതിലുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ എന്താ നമ്മുടെ ഇന്നത്തെ ലെസണിൻ്റെ പേരെന്താ? ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. അപ്പോൾ ആരാ ഇത് എഴുതിയത്? രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ പോമിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിൽ ഒരു സെൻറ്റൻസ് ഉണ്ടല്ലേ, അതെന്താണെന്ന് നോക്കാം. ഹിയർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് പോം അബൌട്ട് ലുക്കിംഗ് അറ്റ് ദ വേൾഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോമുണ്ട്. അതിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അത്ഭുതത്തോടെയും അമ്പരപ്പോടെയും ലോകത്തെ നോക്കിക്കാണുന്നതിനെക്കുറിച്ചാണ് ഈ ഒരു പോമിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചിട്ടുള്ള ആ ഒരു പ്രൊഫൈൽ നമുക്ക് നോക്കാം. എന്താണ് അതിൽ പറയുന്നത്? രവീന്ദ്രനാഥ് ടാഗോർ വാസ് എ പോയറ്റ്. അപ്പോൾ അത് പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹം ജനിച്ച വർഷവും മരിച്ച വർഷവും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫിക്ഷനിസ്റ്റ്, playwright, essayist, composer and painter who won the Nobel Prize for Literature in 1913 for his collection of poems ഗീതാഞ്ജലി. അപ്പോൾ ഈ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത് കവിയാണ്, നോവലിസ്റ്റാണ്, പ്ലേറൈറ്റാണ്, എസ്സേയിസ്റ്റാണ്, കമ്പോസറാണ്, കൂടാതെ പെയിൻറ്റർ ആർട്ടിസ്റ്റാണ് അല്ലേ. കൂടാതെ ഇദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? 1913 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കളക്ഷൻ ഓഫ് പോം അല്ലേ, കവിതകളുടെ ഒരു സമാഹാരം, ഗീതാഞ്ജലി എന്ന് പേരുള്ള കവിതകളുടെ ഒരു സമാഹാരത്തിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ടാഗോർ ഈസ് ദ ഓഥർ ഓഫ് ദി നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് അല്ലേ. ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും നാഷണൽ ആന്തം എഴുതിയതും ആരാണ്? ടാഗോറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടാഗോറിനെ കുറിച്ച് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് പോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ റൈറ്റർ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദി സൺ ആൻഡ് ദി സ്റ്റാർസ്. ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലവ്. എമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. അപ്പോൾ ഇവിടെ നമ്മുടെ കവി പറയാണ്, സ്കൈ ഈസ് ഫുൾ ഓഫ് ദി സൺ ആൻഡ് സ്റ്റാർസ് അല്ലേ. ആകാശത്ത് നിറയെ എന്താണ്? സൂര്യനും നക്ഷത്രങ്ങളുമാണ്. ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. അതേപോലെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? പ്രപഞ്ചം അല്ലേ. പ്രപഞ്ചത്തിൽ നിറയെ ജീവജാലങ്ങളാണ്, ജീവനുകളാണ്. മനുഷ്യർ മാത്രമല്ല അല്ലേ, ഒരുപാട് ജീവജാലങ്ങളും പിന്നെ സസ്യജാലങ്ങളും ഒക്കെ ഉണ്ട്. ജീവനുള്ള ഒരുപാട് വസ്തുക്കളുണ്ട്. എമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയിൽ എനിക്കൊരു സ്ഥലം കണ്ടെത്തിയതിൻ്റെ ആ ഒരു അമ്പരപ്പിലും ആഹ്ലാദത്തിലും ഞാൻ പാടുന്നു എന്നാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മുടെ കവി പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? ദ വേൾഡ് ഈസ് സോൾഡ് ബൈ ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്, റൈസിംഗ് ആൻഡ് ഫോളിംഗ്. ഐ ഹാവ് ഫീൽ ഇറ്റ്സ് ടഗ് ഇൻ മൈ ബ്ലഡ്, റേസിംഗ് ത്രൂ മൈ വെയിൻസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. ദ വേൾഡ് ഈസ് സോയിഡ്. വേൾഡ് എന്ത് ചെയ്യുന്നു? ആടി ഉലയുന്നു. എന്തിനാണ് വേൾഡ് ആടി ഉലയുന്നത്? ബൈ ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്, റൈസിംഗ് ആൻഡ് ഫോളിംഗ് അല്ലേ. ഉയർന്നും താണും വരുന്ന ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്. റഷിംഗ് ടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കുതിച്ചു വരുന്ന ആ ഒരു വേവ്സ്, അതായത് വേലിയേറ്റം അല്ലേ. വേലിയേറ്റത്തിൻ്റെ ആ അനന്തതയിൽ നീണ്ടു കിടക്കുന്ന, അതായത് ഒരിക്കലും അവസാനിക്കാത്ത ആ ഒരു വേലിയേറ്റത്തിൻ്റെ ആ ഒരു ഉയർച്ചയിലും താഴ്ചയിലും
I have felt it stuck in my blood, racing through my veins. അപ്പോൾ എൻ്റെ വെയിനിലൂടെ എന്ത് ചെയ്യുന്നു, എൻ്റെ സിരകളിലൂടെ എൻ്റെ രക്തത്തിലേക്ക് അതിൻ്റെ ആ ഒരു വലിവ് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. ആ ഒരു അമ്പരപ്പിലും ആഹ്ലാദത്തിലും ഞാൻ പാടുന്നു, അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ എന്താണ് കവി പറയുന്നത്? ആ ഒരു കുതിച്ചുയരുന്ന ആ ഒരു വേവ്സിൻ്റെ ആ ഒരു ഫോളിങ്ങിലും റൈസിങ്ങിലും നമ്മുടെ ലോകം എന്ത് ചെയ്യുന്നു, ആടി ഉലയുന്നു. അത് രക്തത്തിലൂടെയല്ല, സിരകളിലൂടെ കവിയുടെ രക്തത്തിൽ ഒരു വലിവുണ്ടാക്കുന്നു. അതായത് അതിൻ്റെ ആ ഒരു ഫീലിംഗ് കവിയിൽ എത്തുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു അമ്പരപ്പിലും ആഹ്ലാദത്തിലും കവി പാടുന്നു. ഇനി നമ്മുടെ തേർഡ് സ്റ്റാൻസ. While walking in the woodlands with my feet, I have touched the blades of grass. I have been startled by the flowers' fragrance. They have all maddened my mind. The gift of gladness and joy are strewn all around, and in wonder and amazement I sing. While walking in the woodland means a forest ആണ്. While walking in the woodland with my feet I have touched the blade of grass. ഞാൻ കാട്ടിലൂടെ നടക്കുമ്പോൾ എൻ്റെ കാൽപാദങ്ങൾ എന്തിനെ ടച്ച് ചെയ്യുന്നു? പുൽത്തകിടുകളെ ടച്ച് ചെയ്യുന്നു. I have been startled by the flowers' fragrance. ആ ഫ്ലവേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് മീൻസ് സ്വീറ്റ് സ്മെല്ല്, അല്ലേ? ആ ഒരു നല്ല മണത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഞെട്ടിപ്പോകുന്നു. They have all maddened my mind. ഇതൊക്കെ എന്നെ എന്ത് ചെയ്യുന്നു? എന്നെ മാഡുണ്ടാക്കുന്നു. മാഡൻ മീൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാഡൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഭ്രാന്ത് തന്നെയാണ്. പക്ഷെ ഇത് ഒരു ഉന്മാദാവസ്ഥയിൽ, ഒരു പോസിറ്റീവ് സൈഡായിട്ട് എടുക്കുക കേട്ടോ ഇത്. അതായത് ഈ ഒരു പ്രപഞ്ചത്തിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ എന്നെ ഒരു ഉന്മാദാവസ്ഥയിൽ എത്തിക്കുന്നു എന്നാണ് കവി പറയുന്നത്. ദ ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് ആർ സ്റ്റൂൺ ഓൾ എറൗണ്ട്. സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സമ്മാനങ്ങളൊക്കെ എല്ലായിടത്തും ചിതറിക്കിടക്കുന്നു. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. ഈ ഒരു അമ്പരപ്പിലും ആഹ്ലാദത്തിലും ഞാൻ പാടുന്നു. ഇനി ലാസ്റ്റ് സ്റ്റാൻസയാണ്. I have pricked my ears, I have opened my eyes, I have bared my heart to the world. In the midst of the known, I have sought the unknown, and in wonder and amazement I sing. I have pricked my ears. ഞാൻ എൻ്റെ കാതുകളെ കൂർപ്പിച്ചു വെച്ചിരിക്കുന്നു. I have opened my eyes. ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു പിടിച്ചിരിക്കുന്നു. I have bared my heart to the world. എൻ്റെ ഹൃദയം ലോകത്തിലേക്ക് തുറന്നു വെച്ചിരിക്കുന്നു. In the midst of the known, I have sought the unknown. In the midst of the known, എനിക്കറിയുന്നതിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ തിരയുന്നു. അതായത് അറിയുന്ന കാര്യങ്ങളിലൂടെ അറിയാത്ത കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി ആര് ശ്രമിക്കുന്നു? കവി ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. ആ ഒരു അമ്പരപ്പിലും ആഹ്ലാദത്തിലും ഞാൻ പാടുന്നു. ഇതാണ് ഈ കവിതയിലുള്ള ആശയം. ഇനി നമുക്ക് ഈ കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വൈ ഡസ് ദ സ്പീക്കർ സിങ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്? അല്ലേ? നമ്മുടെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? രവീന്ദ്രനാഥ് ടാഗോറിനെ, അല്ലേ? അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ അമ്പരപ്പിലും ആഹ്ലാദത്തിലും പാടുന്നത് എന്തുകൊണ്ടാണെന്ന്. അപ്പം നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ദ സ്പീക്കർ സിങ്സ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ബിക്കോസ് he has discovered his place in the vast universe among the sun, stars and life. He is very happy to be a part of the amazing beauty of nature. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തേൻ്റെ ആൻസർ. അപ്പോൾ എന്താ ഇതിൽ കവി പറയുന്നത്? ഈ ഒരു വിശാലമായ പ്രപഞ്ചത്തിലെ സണ്ണിൻ്റെയും സ്റ്റാറിൻ്റെയും ജീവജാലങ്ങളുടെയൊക്കെ ഇടയിൽ ഒരു പ്ലേസ് കവിക്ക് കിട്ടിയതിൻ്റെ ആ ഒരു അമ്പരപ്പിലും ആഹ്ലാദവും കൊണ്ടാണ് കവി എന്ത് ചെയ്യുന്നത്? പാടുന്നത്. കൂടാതെ വേറെ എന്തും കൂടിയുണ്ട്? കവി വളരെ സന്തോഷവാനാണ്. എന്തുകൊണ്ട്? ഗംഭീരമായ അതിമനോഹരമായ ഈ
പ്രപഞ്ചത്തിൽ കവിക്കും അതിൻ്റെ ഒരു ഭാഗമാക്കാൻ കവിക്കും കഴിഞ്ഞതിൽ കവി എന്താണ്, വളരെ സന്തോഷവാനാണ്. ഓക്കെ, അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു തിങ്ക് ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് മീൻസ്? അതായത് ഇറ്റേണിറ്റി റഷിംഗ് ടൈഡ് എന്ന് നമ്മൾ ഈ പോമിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, ആ ഒരു ഫ്രേസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് മീൻസ് ദ കണ്ടിന്യൂസ് ആൻഡ് അൺസ്റ്റോപ്പബിൾ ഫ്ലോ ഓഫ് ടൈം ആൻഡ് ലൈഫ്. അപ്പം തുടർന്നുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും നിൽക്കാത്ത ആ ഒരു സമയത്തിൻ്റെയും ലൈഫിൻ്റെയും ആ ഒരു ഒഴുക്കാണ് ഇവിടെ ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് തേർഡ് ക്വസ്റ്റ്യൻ എന്താ? പിക്ക് ഔട്ട് ദ വേർഡ്ലി വണ്ടേഴ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോം. ഈ പോമിൽ വിവരിച്ചിരിക്കുന്ന ലോകത്തെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതെന്താണ് ആൻസർ വരിക? The poem describes the wonders of the sky with the sun and stars, the vibrant universe filled with life, the beauty of woodlands with the blade of grass and fragrance of flowers, and the gift of joy and gladness found everywhere. അപ്പോൾ ഈ പറഞ്ഞ ഇതൊക്കെ നമ്മൾ നേരത്തെ കവിത പറയുമ്പോൾ തന്നെ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ള ആ ഒരു വണ്ടേഴ്സായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മാഡൺ ദ പോയറ്റ്സ് മൈൻഡ്? പോയറ്റിൻ്റെ എന്ത് കാര്യമാണ് പോയറ്റിനെ മാഡുണ്ടാക്കുന്നത്, അതായത് ആ ഒരു ഉന്മാദാവസ്ഥയിൽ എത്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ആൻസർ പറയാൻ പറ്റുക? ദ ടച്ച് ഓഫ് ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, ദ ഫ്രാഗ്രൻസ് ഓഫ് ദി ഫ്ലവേഴ്സ് ആൻഡ് ദ ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നസ് ആൻഡ് ജോയ് ഇൻ നേച്ചർ മേഡ് ദ പോയറ്റ്സ് മൈൻഡ് മാഡൻഡ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ കവിതയിൽ വിവരിച്ച പോലെ തന്നെ ആ ഒരു പുൽത്തകിടുകളുടെ ആ ഒരു സ്പർശനവും ഫ്ലവേഴ്സിൻ്റെ പൂക്കളുടെ ആ ഒരു സുഗന്ധവും പിന്നെ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സമ്മാനങ്ങളൊക്കെയാണ് പോയറ്റിനെ ആ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഇനി നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താ? വൈ ഡസ് ദ സ്പീക്കർ പ്രിക്സ് ഹിസ് ഇയേഴ്സ്, ഓപ്പൺ ഹിസ് ഐസ് ആൻഡ് ബെയർ ഹിസ് ഹേർട്ട്? എന്തുകൊണ്ടാണ് സ്പീക്കർ കാതുകൾ കൂർപ്പിച്ചു വെക്കുകയും കണ്ണുകൾ തുറന്നു പിടിക്കുകയും ഹൃദയം തുറന്നിടുകയും ചെയ്തത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ആൻസർ പറയാം? ദ സ്പീക്കർ pricked his ears, opened his eyes and bears his heart to fully experience and appreciate the wonders of the world. അല്ലേ, ഇതൊക്കെ കാതുകൾ കോർപ്പിച്ച് വെച്ചതും കണ്ണ് തുറന്നു വെച്ചതും ഹൃദയം തുറന്നു വെച്ചതുമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ലോകത്തിൻ്റെ ആ ഒരു അത്ഭുതങ്ങളെ അനുഭവിക്കാനും അതിനെ എപ്രീഷിയേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ തുറന്നു വെച്ചത്. ദിസ് ഷോസ് ഹിസ് ഈഗർനെസ് ടു അണ്ടർസ്റ്റാൻഡ് ഡീപ്ലി ഇൻ നേച്ചർ. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? പ്രകൃതിയെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ആ ഒരു സ്പീക്കറിൻ്റെ ആ ഒരു ഈഗർനെസ്, അല്ലേ, പ്രകൃതിയെ കൂടുതലായിട്ട് അറിയാനുള്ള ആ ഒരു ആഗ്രഹമാണ് ഇതിൽ നമുക്ക് ഈ ഒരു വരികളിലൂടെ നമുക്ക് കാണുന്നത്. പിന്നെ അതിൽ സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡു യു തിങ്ക് ദ പോയിറ്റ് മീൻസ് ബൈ ഇൻ ദ മിഡിസ്റ്റ് ഓഫ് ദി നോൺ ഐ ഹാവ് സോട്ട് ദ അൺനോൺ? അല്ലേ, അറിയുന്നതിൻ്റെ ഇടയിൽ നിന്ന് അറിയാത്തതിനെ ഞാൻ തിരയുന്നു എന്ന് കവി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ആൻസർ പറയാം? The poet means that even though he is familiar with his surroundings, he still seeks new experiences and knowledge beyond what he already knows. അപ്പോൾ പോയറ്റ് ഇവിടെ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ആ സറൗണ്ടിങ്സ്, പോയറ്റ് വളരുന്ന ആ ചുറ്റുപാട് പോയറ്റിന് വളരെ പരിചിതമാണ്, അല്ലേ. എന്നാലും പോയറ്റ് എന്ത് ചെയ്യാണ്? പുതിയ അറിവുകളും പുതിയ അനുഭവങ്ങളൊക്കെ അറിയുന്നതിനേക്കാൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പോയറ്റ് ഇവിടെ ചെയ്യുന്നത്, അല്ലേ. ഓക്കെ, അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്കുള്ള ആ ഒരു യാത്രയാണ് ഇവിടെ പോയറ്റ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇതിൽ റിഫ്രൈൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് എന്ത് മാത്രമേ ഉള്ളൂ? വരികളിൽ ആവർത്തിച്ചു വരുന്നത്, അല്ലേ, കവിതകളിൽ ആവർത്തിച്ചു വരുന്ന വരികളെയാണ് റിഫ്രൈൻ എന്ന് പറയുന്നത്. ഓൾറെഡി ഇവിടെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്, അല്ലേ. ഈ ഒരു കവിതയിലുള്ള
ഏതാണ് അതിൽ ആവർത്തിച്ചു വരുന്ന വരിയെന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ ഈ ഒരു കവിതയിൽ ആവർത്തിച്ചു വരുന്ന ആ ഒരു റിഫ്രൈൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ പോമിൻ്റെ പേര് തന്നെയാണ് നമുക്കിവിടെ എഴുതാനുള്ളത് അല്ലേ. എല്ലാ സ്റ്റാൻസയിലും ആ വരി തന്നെയാണ് ആവർത്തിച്ചു വരുന്നത് നമുക്കറിയാം. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. ഇതാണ് നമ്മുടെ ഈ കവിതയിൽ റിഫ്രൈൻ ഉള്ളത്. അപ്പോൾ റിഫ്രൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിഫ്രൈൻ ഈസ് എ ലൈൻ ഓർ ഫ്രേസ് ദാറ്റ് ഈസ് റിപ്പീറ്റഡ് വിത്തിൻ ദ ലൈൻസ് ഓർ സ്റ്റാൻസ. ലൈനുകൾക്കിടയിലോ സ്റ്റാൻസയിലോ ആവർത്തിച്ച് വരുന്ന ആ ഒരു വരിയെയാണ് എന്ത് പറയുന്നത്, വരിയോ അല്ലെങ്കിൽ ഫ്രേസിനെയോ ആണ് എന്ത് പറയുന്നത്, റിഫ്രൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതിലുള്ള വാക്ക് വാട്ട് ഫിൽസ് ദ സ്പീക്കർ വിത്ത് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് ഓൾറെഡി എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ദ സ്കൈ ഫുൾ ഓഫ് ദി സൺ ആൻഡ് ദി സ്റ്റാർസ്. ഇനി പിന്നെ നമ്മൾ വേറെ എന്താ പറയുക, ദ യൂണിവേഴ്സ് ഫിൽഡ് വിത്ത് ലൈഫ്, പിന്നെ ദ ബ്ലേഡ് ഓഫ് ഗ്രാസ്, ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ള വണ്ടേഴ്സും അമേസ്മെൻറ്റും അല്ലേ. ഇനി ലുക്ക് അറ്റ് ദ വേർഡ്സ് ടേക്കൺ ഫ്രം ദ പോം, പുട്ട് ദം ഇൻ പ്രോപ്പർ പെയേഴ്സ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്തിട്ട് നമ്മൾ ഈ കവിതയിൽ മനസ്സിലാക്കിയത് പ്രകാരം മാച്ച് ചെയ്ത് എഴുതണം. ഓൾറെഡി ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, സോയിഡ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അടുത്തത് നമ്മൾ എന്താ എഴുതുക, ഫ്ലവേഴ്സ്, ഫ്രാഗ്രൻസ്, ഗ്രാസ്, ബ്ലേഡ്സ്, മൈൻഡ്, മാഡൻഡ്, വെയിൻസ്, റേസിങ്. അപ്പോൾ അത്രയേ ഉള്ളൂ ആ വർക്ക്. ഇനി അടുത്തത് ലെറ്റ്സ് റീവിസിറ്റ് ദ ഫസ്റ്റ് സ്റ്റാൻസ. അപ്പോൾ ആ സ്റ്റാൻസ നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ അതിലെന്താ പറയുന്നത്, ഇൻ ദ ഫസ്റ്റ് ലൈൻ ദ ഇനീഷ്യൽ സൗണ്ട് എസ് ഇൻ സ്കൈ ഈസ് റിപ്പീറ്റഡ് ഇൻ സൺ ആൻഡ് സ്റ്റാർസ് അല്ലേ. ആ ഫസ്റ്റ് ലൈനിൽ ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദി സൺ ആൻഡ് ദി സ്റ്റാർസ് എന്ന് പറഞ്ഞതിൽ അവിടെ എസ് എന്ന് പറയുന്ന കോൺസണൻറ്റ് ലെറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓരോ വേർഡിലും ആവർത്തിക്കുന്നുണ്ട്. സ്കൈയിലുണ്ട്, സണ്ണിലുണ്ട്, സ്റ്റാറിലുണ്ട് അല്ലേ. ദിസ് റെപ്പിറ്റേഷൻ ഈസ് കോൾഡ് ആലിറ്ററേഷൻ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഒരു പോയറ്റിക് ഡിവൈസ് ആലിറ്ററേഷനാണ്. ആലിറ്ററേഷൻ എന്താണെന്ന് അവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദ റെപ്പിറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണൻറ്റ് സൗണ്ട്സ് ഓഫ് എ വേർഡ് ഇൻ സെയിം ലൈൻ ഓഫ് എ പോം ഈസ് കോൾഡ് ആലിറ്ററേഷൻ. അപ്പോൾ ആലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കോൺസണൻറ്റ് സൗണ്ട് ഒരു സെയിം ലൈനിൽ തന്നെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക അല്ലേ. കോൺസണൻസിൻ്റെ ഫസ്റ്റ് ലെറ്റർ അതെന്ത് ചെയ്യുക, കോൺസണൻറ്റ് ലെറ്ററിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്നല്ല, ഒരു വേർഡിൽ എന്ത് ചെയ്യുക, കോൺസണൻറ്റ് ലെറ്റർ അല്ലേ, ആ വേർഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതെന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിക്കുക ഒരു ലൈനിൽ തന്നെ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആലിറ്ററേഷൻ എന്ന് പറയുന്നത് അല്ലേ, റെപ്പിറ്റേഷൻ ഓഫ് ദി കോൺസണൻറ്റ് സൗണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, നമ്മുടെ ഈ പോമിൽ നമുക്ക് എവിടേക്കാണ് അതുപോലുള്ള ആ ഒരു റെപ്പിറ്റേഷൻ കിട്ടുന്നത് എവിടേക്കാണെന്ന് നമുക്കൊന്ന് ആ പോമിലേക്ക് തന്നെ പോയിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്റ്റാൻസി ഒന്ന് നോക്കിയേ. വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ്. അപ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്, ഡബ്ല്യു എന്ന് പറയുന്ന കോൺസണൻറ്റ് ലെറ്റർ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആ വരിയാണ്. പിന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുക ആ സ്റ്റാൻസയിൽ തന്നെയുള്ള തേർഡ് ലൈനിൽ ഫ്ലവേഴ്സ്, ഫ്രാഗ്രൻസ്. അവിടെ എഫ് എന്ന കോൺസണൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ വരിയിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് മാഡൻ മൈ മൈൻഡ്, അതിൻ്റെ തൊട്ട് താഴെയുള്ള വരി. എം എന്ന കോൺസണൻറ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആവർത്തിച്ച് വരുന്നുണ്ട്. പിന്നെയുള്ളത് എന്താ, ദ ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് അല്ലേ, ദ ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ്. അതിൽ ജി എന്ത് വരുന്നുണ്ട്, ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ തന്നിരിക്കുന്ന ആലിറ്ററേഷൻ എഴുതാൻ തന്ന ലൈനിൽ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്കിവിടെ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് ലെസൺ. അപ്പം എല്ലാവർക്കും സെക്കൻഡ് ലെസൺ കംപ്ലീറ്റ് ആയിട്ടും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇതേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിലേക്ക് എത്തിക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.